എന്റെ പ്രേമം അഗാധവും അകളങ്കവും ആത്മാർത്ഥവും അദ്വൈതവുമാണെന്ന് വലിയ വാക്കാ തട്ടിക്കോ. അദ്വൈതവുമാണെന്ന് ഞാൻ ആണയിടുന്നു. അഖില ലോക വേണ്ട വേണ്ട നിർത്ത് കുട്ടി ഏതാ ദാസപ്പ? അത് ഞാൻ പറയില്ല. ശരിക്കങ്ങോട്ട് ലവ് ഉണ്ടോ അതോ വൺ വേ ട്രാഫിക് ആണോ? മറുപടി കിട്ടിയാൽ ആദ്യം ഞാൻ വായിച്ച് വ്യാഖ്യാനിച്ചു തരാം. പെൺകുട്ടികളുടെ കത്തിൽ ദ്വയാർത്ഥം കാണും. കൊമ്പിനും കുളമ്പിനും കൊള്ളുന്ന കാര്യത്തിൽ. എന്താ ലക്ക്? പട്ടാളക്കാരനെ കൊണ്ട് ഹലാക്കായെന്ന്. ആഹാ ഇതേ നോക്ക്. ക്യാപ്റ്റനോടെ ഞാൻ ഡ്രിൽ മാസ്റ്ററോട് ചോദിച്ചു. റൂളുണ്ട്, അടിക്കാൻ പാടില്ല, റൂൾ ബുക്കിലുണ്ട്. എന്നാലാ ബുക്ക് ആ പകയെന്ന് കാണിച്ചു കൊടുക്കാൻ പറ ക്യാപ്റ്റൻ ഡ്രിൽ മാസ്റ്ററോട്. എന്നാ പുതിയ മുദ്രാവാക്യം തട്ടിക്കോ. പട്ടാളക്കാര മുട്ടാള നിന്നെ ഞങ്ങൾ കണ്ടോളാം. പകയനെ ഇവിടെ നിന്ന് മാറ്റി നിങ്ങളുടെ നേതാവിനോട് പറയും ക്യാപ്റ്റ. ഹെഡ് മാഷൊക്കെ അധികാരത്തിലാണ് ചങ്ങായിന്റെ നടപ്പ്. വല്ല കുണ്ടൻ ഇടവഴിയിൽ കൂടെ പോകുമ്പോൾ ഇരുട്ടത്തിട്ട് ചാമ്പണം പഹയനെ. മാറടോ നോക്കടോ. ടീച്ചർ നേരത്തെ വീട്ടിൽ അച്ഛനോ അനിയത്തിയൊക്കെ സുഖം തന്നെയല്ലേ? ഡ്രിൽ മാസ്റ്റർ പഞ്ചരടിക്കാൻ നോക്കണല്ലോടോ ഗോപിയെ. അയാൾക്ക് രക്ഷയില്ല. ശേഖരൻ മാഷോടാ ഇത്തിരി കൂടുതൽ ആക്കം. ഞമ്മക്കൊരു പരിഹാരം കാണുന്ന പ്രശ്നത്തിന് എന്റെ ചേട്ടൽ തൊട്ടാലുണ്ടല്ലോ, എനിക്കറിയാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. അടികൊണ്ട് ഇപ്പൊ നമുക്കാണല്ലോ. അപ്പൊ പ്രശ്നത്തിന്റെ ഗൗരവം പോയി വാടോ നീ. അധികം എടുത്തോളൂട്ടോ. ഓ ശരി. ഗുഡ് മോർണിംഗ് സാർ. എന്താ പഠിക്കൽ നിക്കണേ? വെറുതെ. ഉണ്ണി വന്നില്ലേ? വരും. കുന്നുമ്പുറത്ത് കൂടി ഉള്ള ഒരു കുറുക്ക് വഴിക്ക് വന്ന 1 മണിക്കൂർ നടത്തിയേ ഉള്ളൂ. ഇതോ വരുന്നു. ഗുഡ് മോർണിംഗ്. എന്താ പക്ഷെ പഠിക്കലാണ്? ഓ വെറുതെ. ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കണോ മാഷെ? ഒരു കാത്തുനിൽപ്പല്ലേ ജീവിതം തന്നെ. ഗുഡ് മോർണിംഗ്. എന്താ നേരത്തെ? മേസ്ത്രി ആരോടും പറയില്ലെങ്കിൽ ആളെ കാണിച്ചു തരാം. വരണുണ്ട്. മറുപടി കിട്ടിയോ? ഇന്നേ ഒറ്റയ്ക്ക് കണ്ടു കിട്ടിയുള്ളൂ മേസ്ത്രി. കത്ത് മുമ്പിലേക്ക് കെട്ടിക്കുടിച്ച് ഞാൻ നേരെ സൈക്കിൾ വിട്ടു. ദേവി ഏത് കമന്റ് അടിക്കില്ലേ മേസ്ത്രി? അതേ വരുന്നുണ്ട്. ദേ ആ കറുത്ത ഉപ്പായം. ഭാർഗവി PM. അത് തന്നെ. ആരാണെന്നറിയോ? ചന്തപ്പടിക്കല് തല്ലുണ്ടാക്കിയ 4 ആളെ ഇടിച്ചു പൊടിയാക്കിയ ഹെഡ് ആൻഡ് ഷേബിൾ പണിക്കരില്ലേ, തടിയൻ കുംഭമീശക്കാരൻ. അയാളുടെ മരുമോളാ. സൂക്ഷിച്ചു. ടീച്ചർമാരുടെ മുറിയിൽ നിന്ന് ഡ്രിൽ മാഷ് കിട്ടിയ ന്യൂസ് കേൾക്കണം. ശേഖരൻ മാഷ്ക്ക് ഒരു കയ്യില്ല. പഴയ മുത്തശ്ശിമാര് ഏറാപ്പിടുന്ന പോലത്തെ പുതപ്പ് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ചോരെടുത്തിന് അസല് വാചകം പറഞ്ഞുതരാം. ഒറ്റ കയ്യാ മുട്ടാളാ നിന്റെ മറ്റേ കയ്യും സൂക്ഷിച്ചോ. ഒറ്റ കയ്യാ മുട്ടാളാ നിന്റെ മറ്റേ കയ്യും. അമ്മേ ഞാൻ റെഡി. ഇതില് പാലുണ്ട്. വിശക്കുമ്പോ തിന്നാൻ കായ വറുത്തതും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. പിന്നെ മോനെ പൈസ പോക്കറ്റിൽ നിന്ന് വീണു പോകാതെ. നേരെ അതെല്ലായിടത്തും ബത്തിലേക്ക് കൊണ്ടുവന്നോളൂ. എന്റെ ജോലി എനിക്കറിയാം. കുട്ടി പൊക്കോളൂ. എല്ലായിടത്തും ഞാൻ ബസ്സിൽ വിനോദസഞ്ചാരത്തിനിടയ്ക്ക് ഒരു അധ്യാപകന്റെ അഴിഞ്ഞാട്ടം. എന്താ മാഷെ അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോണത്? അങ്ങാടിയിൽ മുഴുവൻ സംസാര വിഷയമാണ്. സംഗതി ഇതാണ് മിസ്റ്റർ. ടീച്ചർമാരിൽ ഒരാളുടെ, ആരുടെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല, ചെയിൻ കാണാതെ പോയി. തെരച്ചിൽ ബഹളം. അവസാനം കണ്ടുകിട്ടിയത് ശേഖരൻ മാസ്റ്ററുടെ കിടക്കേന്ന്.
എന്താടോ മണ്ണ് നിന്ന കോഴിയെപ്പോലെ തൂങ്ങിയിരിക്കുന്നത്? ചൊവ്വരായ ചുമര് വഴി എഴുതണോ, കള്ള കള്ള മാലക്കള്ള നിന്നെ ഞങ്ങൾ കണ്ടോളാം. എന്തോടാ? ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വേണം സാർ. ഇനി വേടാ, ഇനി എപ്പോ വരണം സാർ? ഇനി എപ്പോഴെങ്കിലും വാ. നാശം. കഴിഞ്ഞ കൊല്ലം ഒരു പുസ്തകം പോയതിന് 3 റുപ്യ ഞാൻ അടച്ചു. ലൈബ്രറിയുടെ ചാർജ് കൊണ്ടുള്ള വിശേഷം. ചുമരെഴുത്ത് തുടങ്ങി. അറിഞ്ഞോ വരണ മാഷേ? സമരം തുടങ്ങുന്നത് കക്കൂസിന്റെ ചുവരിലാണല്ലോ. എന്തൊക്കെയാണ് രാമമോഹൻ സാഹിത്യങ്ങൾ? ഞാൻ കണ്ടില്ല, ആരോ പറഞ്ഞു. കുട്ടികളുടെ കലാവാസന പോഷിപ്പിക്കണില്ല എന്ന ആക്ഷേപം ഇനി ആർക്കും വേണ്ടല്ലോ. മൗലവിമോഷൻ പെടലിക്ക് ബീക്കാൻ റൂൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞമ്മടുത്ത് പറയും. അച്ചടക്കം എങ്ങനെയാന്ന് ഞമ്മള് കാട്ടിത്തരാം. ടീച്ചർ ഒരു നിമിഷം. ആ റിഹേഴ്സലിന്റെ കാര്യം മാഷ് ഒന്ന് പോകൂ. കൂക്കും വിളി കേട്ടില്ലേ? ഇത് കേട്ട് തലതാഴ്ത്തി നടക്കുന്നതാണ് തെറ്റ്. റിഹേഴ്സലിന്റെ കാര്യം പിന്നെ ഡിസ്കസ് ചെയ്യാം. കരിമീൻ പോലുള്ള കണ്ണ്, കടുക് വറുക്കണ കണ്ണ്, പട്ടാളക്കാരന്റെ പത്രാസ് കണ്ടപ്പം പിന്നെ പ്രശ്നം തിരിച്ചെടുക്കൽ കൊണ്ട് തീരില്ല. അയാളെ സ്ഥലം മാറ്റണം. അയാൾ വന്നതിന് ശേഷമാണ് ഈ മുഴുവൻ കുഴപ്പം. അയാളുടെ പേരിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കണം. ആയിരക്കണക്കിന് 10,000കണക്കിന് ഒപ്പിച്ചേരാം. എന്നിട്ട് നമുക്ക് MLA-യും കൂട്ടി ഉന്നത തലങ്ങളിൽ നിവേദനം നടത്താം. നമുക്ക് സ്കൂൾ പഠിക്കൽ ഒരു യോഗം ചേർന്നാലോ? ഒരു 4-5 തീപ്പൊരി പ്രസംഗം, ഒരു ഉഗ്രം പൊടിപൊടിപ്പൻ ജാഥ. അതിനിപ്പം ആളെ കിട്ടണം മേസ്ത്രി. നമുക്ക് ഈ മാതിരി കാര്യങ്ങളിൽ അടിയന്തര കർത്തവ്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. പ്രായോഗികമായിരിക്കണം നമ്മുടെ സമീപനം. ബഹുജന പ്രക്ഷോഭത്തിന് മുമ്പ് രക്ഷിതാക്കൾ ഹാജരാക്കി കൂടെ? അതിനിപ്പം ബാപ്പ എന്നെ അർത്താളി. ബാപ്പ നിന്നെ അറക്കുകയൊന്നുമില്ല. രക്ഷിതാക്കളാണെന്നും പറഞ്ഞ് ആരെങ്കിലും ഹാജരാക്കി പേരിന് മാപ്പ് പറയട്ടെ. ഹെഡ് മാസ്റ്ററുടെ ചൂട് താനെ ഇറങ്ങിക്കോളും. അല്ലേ നേതാവേ? അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ മേൽ ബലം പ്രയോഗിക്കാമോ? പാടില്ല. അതിനാര് മറുപടി പറയും? ഇതൊരൊറ്റപ്പെട്ട പ്രശ്നമാണ്. കഴിയുന്നത്ര സമാധാനപരമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. അക്രമം എവിടെ നിന്നായാലും ചെറുക്കുക. കാണാം. പഴം പൊരിച്ചത് 3:45, 2 വട, 2 ഫുൾ ചായ. ഈ പറഞ്ഞ ഉപദേശം തരേ ഈ പഹം വേണം. എന്താണ് മാറി കള്ളക്കേസ് ഉണ്ടാക്കിയാന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ബാപ്പ. ബാക്കി അവിടുത്തെ
ഒക്കെ മാഷിന്റെ കുത്തിത്തിരിപ്പാണ്. വാ നമുക്കൊരു ചായ കുടിക്കാം. ഒരു ക്യാപ്റ്റൻ വന്നിരിക്കുന്നു. ഒലക്കമല ക്യാപ്റ്റൻ. ആ വേലായുധാ, അമ്മിണി കാമുക നിന്റെ പരാക്രമം വിദ്യാർത്ഥികളുടെ നെഞ്ചത്തോ എഴുതിക്കോ. ഖാദർ വരില്ലേ? കരിങ്കാലി ആരും വേണ്ട, അവൻ മാപ്പ് പറഞ്ഞു കയറും. നിരാഹാരം കിടക്കാൻ മാത്രം ഞാനില്ല. കൊടി പിടിക്കാം, വിദ്യാർത്ഥികൾ വരുന്നത് തടയാം. പോരെ? എന്താ നീയും കരിങ്കാലിയാ വേണം? മാപ്പ് പറഞ്ഞു കയറിയ ഒരുത്തനെ ഞാൻ വിടില്ല. കാതറിനെ ഞാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ആ മാഷൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ടീച്ചർ വരുന്നു. ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ, ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ, ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ. ചന്തപ്പടി വരെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. നാട്ടുകാരെ മുഴുവൻ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു. കുറച്ചൊക്കെ ഫാക്ട് ഇല്ലാതെ ആരെങ്കിലും പറയോ? കുട്ടികളുടെ ഇടയിൽ റൂമർ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറെ നാളായി. റൂമറല്ലേ, അത് തേടി പിടിക്കാൻ ഡ്രിൽ മാസ്റ്റർ കഴിഞ്ഞ് വേറെ ആളുള്ളൂ ഇവിടെ. അല്ലേ, അല്ലെങ്കിൽ തന്നെ എന്താ രണ്ടാളും കല്യാണം കഴിക്കാത്തവര്. ഇച്ചിരി പ്രേമിച്ചോട്ടെ, ആർക്കത്ര ഛേദം? ഏത് 31 കൊല്ലമായി ഈ സർവീസില്. ഇതുവരെ സ്ത്രീ വിഷയത്തിൽ ഒരു സമരസന്നാഹം എത്രയ്ക്കായി മിസ്റ്റർ രാമോഹൻ? എനിക്കെങ്ങനെ അറിയും? സമരസമിതിയുടെ അനൌദ്യോഗിക ഉപദേഷ്ടാവായി ശ്രീ രാംമോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്. അല്ല, പത്രഭാഷയിൽ പറഞ്ഞാൽ ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ, ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ, ഡൗൺ ഡൗൺ. വിദ്യാർത്ഥിഐക്യം, വിദ്യാർത്ഥിഐക്യം, ഡൗൺ ഡൗൺ. തനിക്ക് വല്ല പണിയെടുത്ത് 4 കാശ് ഉണ്ടാക്കി കൂടാ ബാല. ഇത് കുട്ടികളുടെ മാത്രം സമരമല്ല, നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നമാണ്. ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ, ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ, ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ. ഒറ്റ കയ്യാ മുട്ടാളാ, അതിന്റെ മറ്റേ കൈയും എടുത്തോളാം. അടിക്കട അവരെ. ഞാൻ പറഞ്ഞോ, അയ്യോ ശേഖരൻ മാസ്റ്റർ, go back. എന്റെ മെഷീൻ പുറത്തെടുക്ക്. ആരെങ്കിലും മണ്ണ് വാരി തീ കെടുത്താൽ. ഗോപിയെ വീഡിയോ പോയി. ഗോപി, ഗോപി. ചേട്ടാ, പിള്ളേരെല്ലാരും കൂടി എന്റെ പീഡിയ ഈ വെച്ച് നശിപ്പിച്ചു. ഈ കൊണ്ട് കളിക്കരുതെന്ന് പണ്ടുള്ളവര് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ ബാല? ഏതായാലും ഇതിന്റെ കൂടെ നീ കത്തിപ്പോയല്ലോ, അത് എന്റെ ഭാഗ്യമൊന്നും വിചാരിച്ചു. ഒന്ന് സഹായിക്കണേ. തീ